പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണ യാത്രക്കാരന് നേരെ ജീവന്റെ ആ കൈകൾ നീട്ടിയ ഉദ്യോഗസ്ഥയുണ്ടല്ലോ, ആ ഉദ്യോഗസ്ഥയാണ് ഇന്നത്തെ ദിവസത്തിന്റെ താരം. ഒരു സല്യൂട്ട്. ചെയ്തത് അവരുടെ ഡ്യൂട്ടിയൊക്കെ അല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ആ സമയത്ത് അവസരോചിതമായി ഇടപെടാൻ കഴിഞ്ഞതാണ് ഒരു ജീവൻ രക്ഷിച്ചത്. അയാളെ കാത്തും വീട്ടിലൊരു കുടുംബം ഉണ്ടായിരുന്നേ. ഇന്നലെ പുലർച്ചെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് കൊല്ലം മെമു ട്രെയിനിൽ കയറാൻ ശ്രമിക്കുമ്പോൾ അപകടത്തിൽ അയാൾ പെടുന്നത്. RPF കോൺസ്റ്റബിൾ ലിജിഷ സുജിത്താണ് അയാളെ രക്ഷിച്ചത്. നോക്കൂ, എപ്പോഴും പറയുന്നതാണ്, ട്രെയിൻ യാത്ര ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ട്രെയിൻ നീങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഓടിക്കയറാൻ ശ്രമിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെടുക ആ ട്രെയിൻ മാത്രമായിരിക്കും, പക്ഷേ നിങ്ങളുടെ കാലുകളൊന്ന് വഴുതിയാൽ നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതമായിരിക്കും എന്നുള്ളത് മറക്കരുത്. നിങ്ങളെ കാത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വീട്ടിലുണ്ടേ. ഷബാസ് അഹമ്മദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷബാസ്, വെരി ഗുഡ് മോർണിംഗ് ഷബാസ്. എന്തായാലും ലിജീഷയുടെ ആ കൃത്യമായ ഇടപെടൽ അയാളുടെ ജീവൻ രക്ഷിച്ചു. വല്ലാതെ ആശങ്കയുണ്ടാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. ഒന്ന് കാല് വഴുതിയിരുന്നെങ്കിൽ പാളത്തിലേക്ക് വീഴുമായിരുന്നു. പിന്നെന്താ സംഭവിക്കാമെന്ന് നമുക്കറിയാമല്ലോ. എന്തായാലും അവസരോചിതമായ ഇടപെടലിൽ ഒരു ജീവൻ രക്ഷിച്ച വാർത്തയാണ് ഈ വാർത്താ പ്രഭാതം നമ്മൾ ആദ്യം പ്രേക്ഷകരെ അറിയിക്കുന്നത്, അല്ലേ ഷബാദ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. രക്ഷാകരങ്ങളുമായി ഒരു RPF വനിതാ കോൺസ്റ്റബിൾ ഒരു ജീവൻ രക്ഷിച്ച കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അത്തരത്തിലൊരു വാർത്തയുമായാണ് നമ്മൾ ഈ പ്രഭാതം തന്നെ തുടങ്ങുന്നത്. ഇന്നലെ രാവിലെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 6 മണിയോടെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. എറണാകുളം കൊല്ലം മെമു ട്രെയിനിലാണ് ഒരു യാത്രക്കാരൻ ട്രെയിൻ ഓടിത്തുടങ്ങിയതിനു ശേഷം കയറാൻ ശ്രമിച്ചത്. ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ ഓടി വന്ന് ഒരു ബോഗിയിൽ കയറാൻ നോക്കുകയായിരുന്നു. അപ്പോഴാണ് കാൽ വഴുതിക്കൊണ്ട് ഈ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിലേക്ക് ഈ യാത്രക്കാരൻ വീണു പോയത്. തൊട്ടടുത്ത് തന്നെയായിരുന്നു ലിജിഷ എൻ ശ്രീജിത്ത്, RPFിലെ വനിതാ കോൺസ്റ്റബിളാണ്. അവർ ഉണ്ടായിരുന്നത് ഈ ട്രെയിനിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഇയാൾ വീഴുന്നത് കണ്ട് കൃത്യമായി സംയോജിതമായി ഇടപെട്ടുകൊണ്ട് ആ ജീവൻ രക്ഷിക്കുകയായിരുന്നു. കൃത്യമായിക്കൊണ്ട് ആ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ വീണ ആളെ ലിജിഷ കൈകൊണ്ട് വലിച്ച് പുറത്തെടുത്ത് ജീവൻ രക്ഷിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ യാത്രക്കാരൻ ഈ പ്ലാറ്റ്ഫോമിന് അടിയിലേക്ക് വീണു പോകാതെ രക്ഷപ്പെട്ടത്. നമുക്കറിയാം, മെമു ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ തുടക്കത്തിൽ തന്നെ, അത് ഓടിത്തുടങ്ങിയാൽ തന്നെ അതിവേഗത കൈവരിക്കുന്ന ട്രെയിനാണ്. അതിൽ എളുപ്പത്തിൽ ഓടിക്കയറൽ സാധ്യമാവുകയില്ല. പക്ഷേ ഈ യാത്രക്കാരൻ ഈ ട്രെയിൻ നീങ്ങിയത് കണ്ട് പിന്നാലെ ഓടി വന്നുകൊണ്ട് അതിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് കാൽ വഴുതി താഴേക്ക് പോയത്. ഉടൻ തന്നെ ലിജിഷ കൃത്യമായി ഇടപെട്ടു എന്ന് തന്നെ പറയണം. കാരണം അതിലെ ആ പ്ലാറ്റ്ഫോമിലൂടെ തന്റെ ഡ്യൂട്ടിയുമായി നടന്നു പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം കണ്ടത്. ഒരു നിമിഷം വൈകിപ്പോയിരുന്നെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. അത്തരത്തിലൊരു സന്ദർഭത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ടാണ് ലിജിഷ എൻ ശ്രീജിത്ത് എന്ന RPFിലെ വനിതാ കോൺസ്റ്റബിൾ ആ യാത്രക്കാരൻ വീണു എന്നതും ഒരു ഭാഗ്യമായിട്ട് വേണമെങ്കിൽ കരുതാം, അല്ലേ? തൊട്ടടുത്ത് തന്നെ ലിജിഷ എവിടെ ഉണ്ടായിരുന്നു. അതാണ് അരുൺകുമാർ പറയുന്നത്. കൃത്യമായിക്കൊണ്ട് ലിജിഷ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ യാത്രക്കാരൻ ലിജിഷയുടെ തൊട്ടടുത്ത് തന്നെ വീണതും ഒരു നിയോഗമായി കണക്കാക്കണം. കാരണം ആ രക്ഷാകരങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. കാരണം ഒരു പക്ഷേ ലിജിഷ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ യാത്രക്കാരൻ ട്രെയിനിനടിയിലേക്ക് വീണു പോകേണ്ടതായിരുന്നു. എന്തായാലും ഭാഗ്യവശാൽ ആ യാത്രക്കാരന് പരിക്കൊന്നും ഉണ്ടായില്ല. യാത്രക്കാരൻ നിലവിളി കേട്ടുകൊണ്ട് ഈ എറണാകുളം കൊല്ലം മെമുവിലെ ഗാർഡ് ഈ ട്രെയിൻ നിർത്തുകയും പിന്നീട് ആ യാത്രക്കാരൻ അതിൽ തന്നെ കയറി പോവുകയുമായിരുന്നു. എന്തായാലും ഒരു നന്ദിയോടെയുള്ള കൈവീശലിലാണ് ഇവർ യാത്രയാക്കിയത്. ലിജിഷയ്ക്ക് ഈ യാത്രക്കാരനെ മുൻപെപ്പോഴും കണ്ട് പരിചയമില്ല. ആ നിമിഷത്തിലാണ്, ആ രക്ഷപ്പെടുത്തുന്ന നിമിഷത്തിലാണ് ലിജിഷ ഈ യാത്രക്കാരനെ ആദ്യമായി കാണുന്നത്. പിന്നീടും ലിജിഷയ്ക്ക് ഇയാളെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും അറിയില്ല. ഒപ്പം ഒരു നന്ദി പറഞ്ഞുകൊണ്ട് കൈവീശിക്കൊണ്ടാണ് ആ യാത്രക്കാരൻ എറണാകുളം കൊല്ലം മെമു ട്രെയിനിൽ പോയി കയറിപ്പോയത്. അരുൺകുമാർ, തീർച്ചയായിട്ടും താങ്ക് യു ഷബാസ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരിക്കൽ കൂടി പറയുന്നു, ഓടുന്ന ട്രെയിനിൽ ഒരു കാരണവശാലും ചാടിക്കയറാൻ ശ്രമിക്കുകയോ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് താഴേക്ക് ചാടി ഇറങ്ങുകയോ നിങ്ങൾ ചെയ്യരുത്. നഷ്ടപ്പെടുന്നത് ആ യാത്ര മാത്രമായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുക ജീവൻ തന്നെയാണ് നഷ്ടപ്പെടുക. പിന്നീടും യാത്രകളൊക്കെ ചെയ്യേണ്ടേ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക.